പടക്കം പൊട്ടിച്ചേ. അയ്യോ ചന്തി 1 2 3 4 5 അയ്യേ എന്റെ 5 വർഷം പോയി. എവിടെ നോക്കിയാണോ നടക്കുന്നത്? എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാണോ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകുമ്പോ മോളീന്ന് വിളിക്കരുത്. ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. എന്നെങ്കിലും നീ ഞാനും തമ്മിൽ മുട്ടും. ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ. ദേവഹിന്ദുഭൂതം എന്താ ഇത്? നീല നിറം. മിണ്ടരുത്. അപ്പൊ കളിവെച്ചതിലൊന്നും ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം എല്ലാത്തിനെയും. പിള്ളേർ കണി കാണിച്ചിട്ടറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീല നിറം? അതൊക്കെ നീല നിറത്തിന് കേസ് കൊടുക്കണം പിള്ളച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5 പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു തിരിച്ചു നിർത്തിയൊരു തിരിച്ചറി പരേഡ് നടത്തി പോരാ. ശരിയാണ്. നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധിക മാർക്കും കാണില്ല. കണ്ടുപിടിക്കാനും എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാണല്ലോ. രണ്ടും ഒന്നല്ലേ? ആ കള്ള മീശമാധവനെ കൂട്ടുകാരൻ ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചോണയില്ല, അത് സത്യ. ഇത് പഴയ കാലമൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളിൽ തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ കേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അടച്ചനെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അടച്ചനെ കാണാം. പുതിയ എക്സൈ വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ ഭരണം അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല. പിള്ളേച്ച, ലീഡറിന്റെ നമ്പർ മാറിയോ? നമ്പൂരിശ, എന്താ പിള്ളേച്ച? ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. വാ.